ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 15 രൂപ മുതൽ 50 രൂപ വരെ റേറ്റിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. പ്ലാന്റ് ആവശ്യമുള്ള ഒരു വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും. ദയവ് ചെയ്താരും കോൾ ചെയ്യരുത്, മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പ്ലാന്റ്സ് നമ്മൾ അയക്കുക TTDC കൊറിയർ വഴിയാണ്. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല. അതുപോലെ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അത് ട്രാക്ക് ചെയ്ത് എത്രയും വേഗം തന്നെ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങാൻ ശ്രമിക്കുക. കൂടുതൽ ദിവസം ബോക്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഡാമേജ് ആവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വരുന്ന ഓർഡേഴ്സ് നെക്സ്റ്റ് വീക്കിൽ ട്യൂസ്ഡേ മുതലാണ് അയച്ചു തുടങ്ങുക. മൺഡേ നമുക്ക് TTDC വർക്കിംഗ് അല്ല. അതുകൊണ്ട് ട്യൂസ്ഡേ മുതലുള്ള ഓർഡേഴ്സാണ് ഇനി എടുക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ്. അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് മുല്ലയാണ്. മുല്ലയുടെ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ മുട്ടിട്ട് തുടങ്ങിയ ഒരു സമയമാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ കാണുന്ന പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. വൈറ്റ് ലേഡി എന്നാണ് ഇതിൻ്റെ പേര്. പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേക ഷേപ്പിലുള്ള പൂക്കളൊക്കെയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ഫയർ ക്രാക്കർ യെല്ലോയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതാണ്. 50 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക നീഡിൽ ഗ്രാസ് വെറൈറ്റി ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 15 രൂപയായിരിക്കും റേറ്റ്. അടുത്തത് വരിക ഈ ഒരു മജന്ത കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതൊന്നും നമുക്ക് ഒരുപാട് പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടാവില്ല. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു സാൽവിയ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണിത്. ഇതാണ് പൂക്കൾ വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരിക 50 രൂപയാണ്. അടുത്തത് വരിക റെയിൻ ലില്ലി ആണ്. റെയിൻ ലില്ലിയുടെ 2 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആദ്യത്തെ കളർ വരിക ഈ ഒരു പിങ്ക് കളറാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് റെയിൻ ലില്ലി. പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ വേറെയും ഒരുപാട് കളേഴ്സ് ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം നമുക്ക് സെയിലിന് റെഡി ആവുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കളർ വരിക. വൈറ്റ് ആണ്. ഈ 2 കളേഴ്സ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്ലാന്റ് സൈസ് ഇതാണ്. ബൾബോട് കൂടിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. 15 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക പ്ലക്ട്രാന്തസ് ആണ്. ഇതുപോലെ നല്ലൊരു ലാവണ്ടർ കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. പ്ലക്ട്രാന്തസിൻ്റെ സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസ് വരിക ഈ കാണുന്ന സൈസ് ആയിരിക്കും. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഒരു മിനിയേച്ചർ എക്സോറയാണ്. ഈ ഒരു പിങ്ക് കളറിൽ പൂക്കൾ തരുന്ന എക്സോറ പ്ലാന്റ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതൊക്കെയാണ്. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. 30 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ട്രൈ കളർ റിയോ പ്ലാന്റ് ആണ്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ക്രോട്ടൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് യെല്ലോ കളറിൽ ലീഫ് വരുന്ന ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. യെല്ലോയും ഗ്രീനും ആണ് ലീഫിൽ വരിക. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റി കൂടി നമുക്ക് സെയിലിനുണ്ട്. ആപ്പിൾ ക്രോട്ടൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണിത്. ഇതും നല്ല ഭംഗിയാണ്. ഒരുപാട് കളേഴ്സ് ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. രണ്ടിനും 50 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്തത് വരിക മെക്സിക്കൻ ഫ്ലെയിം ആണ്. നല്ലൊരു ഓറഞ്ച് കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം. ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക സ്നോ റോസ് ആണ്. സ്നോ റോസിന്റെ പ്ലാന്റും അതുപോലെ തന്നെ പൂക്കളും നല്ല ഭംഗിയാണ് കാണാൻ. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അതുപോലെ വേരിഗേറ്റഡ് ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് തുമ്പർജിയ വേരിഗേറ്റഡ് ആണ്. ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 50 രൂപ തന്നെയാണ്.
അടുത്ത പ്ലാന്റ് മെക്സിക്കൻ പെറ്റ്യൂണിയയുടെ 3 കളേഴ്സാണ്. ആദ്യത്തേത് ഈ ഒരു വയലറ്റ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ്, രണ്ടാമത്തേത് വൈറ്റ് ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നത് തന്നെയായിരിക്കും. എല്ലാ പ്ലാന്റ്സിലും പൂക്കൾ ഉണ്ടാവില്ല, നമ്മൾ പൂക്കളുള്ള സമയം അനുസരിച്ച് മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് പിങ്ക്. 3നും 40 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബോളറേലിയയുടെ ഗോൾഡൻ കളറാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ഹോയയാണ്. ഹോയയുടെ ഈ ടൈപ്പ് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നമുക്ക് സെയിലിനുള്ളത്. പ്ലാന്റ് സൈസ് ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റ് അല്ല, ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ, ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക സ്പൈറൽ കോസ്റ്റസ് ആണ്. നല്ല ഭംഗിയിൽ വിശറി പോലെ നിൽക്കുന്ന ലീഫാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ വേരിഗേറ്റഡ് ലീഫാണ്. 2 വെറൈറ്റിയും വേരിഗേറ്റഡ് ആണ്. ആദ്യത്തേത് ഈ ഒരു ടൈപ്പാണ്. രണ്ടാമത്തെ വെറൈറ്റി വരിക ഇതാണ്. ഇത് നമ്മൾ വെക്കുന്ന, അതായത് സൺലൈറ്റ് കിട്ടുന്ന അതനുസരിച്ചിട്ടാണ് ലീഫിന്റെ ആ ഒരു കളർ ചേഞ്ച് വരിക. വേരിഗേറ്റഡ് ആണെങ്കിലും ഗ്രീൻ കളറും വൈറ്റ് കളറും മാറി മാറി വരാം. ഇതിന് 25 രൂപ വീതമായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലണ്ടാനയുടെ ഈ ഒരു യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ലണ്ടാനയുടെ 2 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ഈ കാണുന്ന യെല്ലോ ആണ്. രണ്ടാമത്തെ കളർ വരിക റെഡ് ആണ്. ഈ 2 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. 40 രൂപ വീതമായിരിക്കും ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മിനിയേച്ചർ പെഡിലാന്തസ് ആണ്. ഗ്രീൻ കളർ കൂടുതലായിരിക്കും ഈ ഒരു വെറൈറ്റിയിൽ വരിക. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഫയർ സ്പൈക്ക് ആണ്. നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ഈ ഒരു വേരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ്. ഒരുപാട് പ്ലാന്റ് ഒന്നും നമുക്ക് സ്റ്റോക്ക് ഇല്ല. 20 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഫെമിനയാണ്. നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്. പ്രത്യേകിച്ച് ഒരു കെയറിന്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ബേബി ടിയറിന്റെ റെഡ് ആണ്. നല്ല ഭംഗിയുള്ള ലീഫിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ സാധാ ബേബി ടിയറിലും കുറച്ചുകൂടി വലിയ ഇലകളായിരിക്കും. ഈ ഒരു പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് അസിസ്റ്റാഷ്യ പ്ലാന്റ് ആണ്. നല്ലൊരു വയലറ്റ് കളറിൽ ഇതുപോലെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മിക്കവാറും എല്ലാ പ്ലാന്റ്സും തന്നെ സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട്. പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ, ഈ കാണുന്നതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്തത് വരിക പെലോണിയ റെപ്പൻസ് ആണ്. ഇതിന് 15 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് അഗ്ലോണിമ സിൽവർ കിങ് ആണ്. ഒരു നോർമൽ വെറൈറ്റി അഗ്ലോണിമയാണിത്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഓക്സിക്കാർഡിയം ഗ്രീൻ ആണ്. നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ ലീഫൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത ഒരു പ്ലാന്റ് വരിക എൻജോയ് പോത്തോസ് ആണ്. ഇതാണ് എൻജോയ് പോത്തോസിന്റെ പ്ലാന്റ് സൈസ്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തതും ഒരു പോത്തോസ് വെറൈറ്റിയാണ്. നിയോൺ പോത്തോസ്. നല്ലൊരു നിയോൺ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ്. ഈ ഒരു പോത്തോസിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക പേർഷ്യൻ ഷീൽഡ് ആണ്. നല്ലൊരു മയിൽപീലി കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ക്രിസ്മസ് കലേഡിയം ആണ്. കലേഡിയത്തിന്റെ ഒരുപാട് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഇല്ല. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ്. യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. അപ്പോൾ യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒപ്പം തന്നെ നിങ്ങളുടെ സ്ഥലം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക.
മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യാതിരിക്കുക. ഏറ്റവും താഴെ നിന്നായിരിക്കും നമ്മൾ മെസ്സേജസ് നോക്കി തുടങ്ങുക. പകൽ സമയത്തൊക്കെ നമുക്ക് പാക്കിങ്ങിൻ്റെ തിരക്ക് കാരണം മെസ്സേജ് നോക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ മെസ്സേജ് നോക്കാനിരിക്കുമ്പോൾ ഏറ്റവും താഴെ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും അയച്ചു കഴിഞ്ഞാൽ മെസ്സേജ് മുകളിലേക്ക് പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു തവണ നിങ്ങൾ സ്ക്രീൻഷോട്ടും ഏതൊക്കെ പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും സ്ഥലവും കൂടി ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും പ്ലാൻസിനെ കുറിച്ചും നമ്മുടെ വീഡിയോസിനെ കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.